പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം സമാനതകളില്ലാത്ത രീതിയിൽ സങ്കീർണമായി തന്നെ തുടരുകയാണ്. അബുദാബിയിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്ന വാർത്ത ഇന്ന് രാവിലെ വന്നിരുന്നു. പരിക്കേറ്റ 3 പേരിലും ഒരു ഇന്ത്യക്കാരനുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം നിയന്ത്രണാതീതമെന്ന് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ നേതാക്കൾ ഒത്തുതീർപ്പിലെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപും ഔദ്യോഗിക ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ ഇറാനും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മുഹമ്മദ് റഹീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇന്നിപ്പോൾ അബുദാബിയിൽ ഈ മിസൈൽ ആക്രമണത്തിലാണ് മിസൈലിന്റെ ഒരു അവശിഷ്ടം വീണ് പരിക്കേറ്റയാൾ മരിച്ചത്. ഇന്ത്യക്കാരനാണ്. പരിക്കേറ്റ് കഴിയുന്ന 3 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. അതായത് ഈ ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ മിസൈൽ വർഷം നിരന്തരം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണല്ലോ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. എന്താണ് റഹീസ് ഏറ്റവും പുതിയ സാഹചര്യം? കഴിഞ്ഞ 2 ദിവസമായിട്ട് UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണം വളരെ കുറവായിരുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് ആശ്വസിച്ചിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ശക്തമായി. ഇന്നലെ ഒരൊറ്റ മിസൈൽ ആക്രമണം പോലും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 8 ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ ഫലപ്രദമായി ചെറുത്തു എന്നുമായിരുന്നു UAE പ്രതിരോധ വകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി കാര്യങ്ങൾ മാറി. 2 തവണ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഈ അബുദാബിയിൽ ഒരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അബുദാബി സ്വൈഹാൻ സ്ട്രീറ്റിലാണ് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർ കൊല്ലപ്പെട്ടത്. ഇതിലൊരാൾ ഇന്ത്യൻ സ്വദേശിയാണ്, മറ്റൊരാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. ഈ ഇന്ത്യക്കാരൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് എന്നുള്ളത് വ്യക്തമായില്ല. അദ്ദേഹത്തിന്റെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നിലവിൽ എന്തായാലും UAE അധികൃതർ സ്ഥിരീകരിച്ച് പറയുന്നില്ല. ഇതിൽ 3 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലിയൊരു അപകടമാണ് ഉണ്ടായതെന്നാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 2 പേർ കൊല്ലപ്പെടുന്നു, 3 പേർക്ക് പരിക്കേൽക്കുന്നു. അത് സാരമായ പരിക്കാണ്. അതിലൊരു ഇന്ത്യക്കാരനുണ്ട്. ഒപ്പം തന്നെ നിരവധി കാറുകൾ കത്തിയതായി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആക്രമണം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടാലോ ഒന്നും ഈ മറ്റ് മെറ്റീരിയൽ ആക്സിഡന്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി പറയാറില്ല. പക്ഷേ ഇതിൽ കുറെ കാറുകൾ കത്തിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ അബുദാബി മീഡിയ സെന്റർ പറയുകയാണ്. അപ്പോൾ ഒരു വലിയ അപകടമാണ് അവിടെ ഉണ്ടായത്. ഇത് നേരിട്ടൊരു ഡ്രോൺ പതിച്ചുണ്ടായ ആക്രമണമല്ല, അല്ലെങ്കിൽ ഒരു മിസൈൽ പതിച്ചുണ്ടായ ആക്രമണമല്ല, മറിച്ച് ഈ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ ഒരു അപകടമാണ്. ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നാൽ കുവൈറ്റ് കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നിരുന്നു. എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നു. ശേഷം വൈദ്യുതി തന്നെ ഒരു പ്രദേശത്ത് കുറെ സമയം ഇല്ലാതിരിക്കുന്ന നിലയിൽ 7 പ്രധാനപ്പെട്ട ലൈനുകൾ തകരുന്ന നിലയിലേക്ക് ആ ആക്രമണത്തിന്റെ ഒരു തോത്, അതിന്റെ ഒരു ഇമ്പാക്ട് ബാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റഹീസ്, ഇത് ഇപ്പോൾ ഈ നേരത്തെയും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഇതുപോലെ തന്നെയാണ്. മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ചീളുകൾ, അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പരിക്കുപറ്റുകയും അതിൽ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കൃത്യമായ ഒരു അലാമിംഗ് സംവിധാനം, ഒരു മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കുന്ന സംവിധാനമില്ലേ? പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഒരു ജാഗ്രത ആവശ്യമായതല്ലേ? ആ തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം കൊടുക്കുന്നത് ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നില്ലേ? മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതിനുശേഷം സിറ്റുവേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം, ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാം, എന്നാൽ ജാഗ്രത പാലിക്കണം എന്ന നിലയിലുള്ള മെസ്സേജും ലഭിക്കാറുണ്ട്. പക്ഷേ ഇത് കൃത്യമായി എത്ര പേർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഈ അപകടത്തിൽ ഇതുവരെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 11 പേരാണ്. ഈ 11 പേർ കൊല്ലപ്പെട്ടത് ഏതാണ്ട് പകുതിയിലധികം പേരും ശരിക്കും ഈ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് കൂർത്ത വസ്തുക്കൾ വന്ന് ശരീരത്തിൽ തുളച്ചു കയറി കാറിന് മുകളിലേക്ക് ഇത്തരത്തിൽ ഈ ഡ്രോണിന്റെയും മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് തീപിടുത്തമുണ്ടായി. അങ്ങനെയൊക്കെയാണ് കാര്യമായിട്ട് ഇതിൽ പകുതിയിലധികം പേരും മരിച്ചിരിക്കുന്നത്. 11 പേരിൽ ഏതാണ്ട് 6 പേരും അങ്ങനെ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ തരത്തിൽ ആളുകൾ കുറെ കൂടിയൊക്കെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ അലാം ഏതാണ്ട് ഒരു 10-27 ദിവസമായി ഇങ്ങനെ അലാം വന്നുകൊണ്ടിരിക്കുകയാണ്, അലേർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ അത് ഏത് തരത്തിൽ എടുക്കുന്നു എന്നതിനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. എന്തായാലും ആക്രമണം തുടർന്ന് തന്നെ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.